ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാഫോഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ടാക്റ്റൈൽ എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്. എന്താണ് ടാക്റ്റൈൽ, എന്തിനു വേണ്ടിയിട്ടാണ് മെറ്റാഫോഴ്സ് ടാക്റ്റൈലോട് പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് മുൻപത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മെറ്റാഫോഴ്സ് പ്രോജക്റ്റിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊമോഷൻ നമ്മൾ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ടാക്റ്റൈലിലെ ലെവൽസ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഈ ഒരു ലെവൽസ് ആക്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ നോക്കാം. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്, ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ സ്മാർട്ട് കോൺട്രാക്റ്റ് മെത്തേഡിലൂടെയാണ് ഇവിടുത്തെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടന്നാലോ? ഓക്കെ, സോ ഈ ഒരു ടാക്റ്റൈൽ പ്രോജക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു എൻറ്റയർ മെറ്റാഫോഴ്സിൻ്റെ എക്കോസിസ്റ്റത്തിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ടാക്റ്റൈലിനെ കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഈ ടാക്റ്റൈലിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് ഈ ടാക്റ്റൈൽ പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 12 ലെവലുകളാണ്. ഈ 12 ലെവലുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ടാക്റ്റൈൽ മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഈ ഒരു 12 ലെവലുകൾ നമുക്ക് എങ്ങനെ നോക്കാം? ഇപ്പോൾ ഒരു വ്യക്തി ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കാം. ഒരു റോഡ് സൈഡിൽ 12 പീടികകൾ അല്ലെങ്കിൽ ഷോപ്പുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു ചെറിയ തട്ടുകടയാണ്. രണ്ടാമത്തെ അതിനേക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു വലിയൊരു ഷോപ്പാണ്. മൂന്നാമത്തെ ആ രണ്ടിനേക്കാളും മെച്ചപ്പെട്ട വലിയൊരു ഷോപ്പാണ്. അങ്ങനെ അങ്ങനെ പോയി 12ാമത്തെ വലിയൊരു മാളിന് സമാനമായിട്ടുള്ള വലിയൊരു ഷോപ്പാണെന്ന് വിചാരിക്കാം. ഈ ഒരു വ്യക്തി ഏതിൻ്റെ ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഏത് ഷോപ്പിൻ്റെ ഓണർ ആയാലായിരിക്കും അയാൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുക. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ഈ ഒരു ടാക്റ്റൈൽ പ്രോജക്റ്റ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 12 ലെവലുകൾ അവൈലബിൾ ആണ്. ഓരോ ലെവലിനും ഓരോ പ്രൈസുകൾ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ പ്രൈസുകൾ നിശ്ചയിച്ചിട്ടുള്ളത് ഡായിയുടെ രൂപത്തിലാണ്. എന്താണ് ഡായി, എന്താണ് പോളിഗൺ, നമ്മൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ലെവലിന് ശരിക്കും നമുക്ക് 5 ഡായി മാത്രം മതി. രണ്ടാമത്തേന് 10 ഡായി, മൂന്നാമത്തേന് 20 ഡായി. അപ്പം നമ്മൾ ഈ ഡായികൾ കൊടുത്തിട്ട് ഈ ലെവലുകൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ ഓണറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിനിലൂടെയാണ്, പോളിഗൺ ബ്ലോക്ക് ചെയിനിലൂടെയാണ് നമ്മൾ ഈ ഒരു ലെവലുകളെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല സ്മാർട്ട് കോൺട്രാക്റ്റ് മെത്തേഡിലൂടെയും കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ലെവലുകൾ കിട്ടുന്നതും നമ്മളുടെ പേയ്മെൻറ്റ് മറ്റൊരാളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയാണ്. ഇങ്ങനെ 12 ലെവലുണ്ട്. നമ്മൾ 12ാമത്തെ ലെവലിൻ്റെ ഓണറായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഇൻകം ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഒരു ടാക്റ്റൈൽ ലെവലുകളെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഉണ്ടായിരിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു മാട്രിക്സ് ആണ്. റിവോൾവിംഗ് മാട്രിക്സ് എന്നൊക്കെ നമുക്കതിനെ വിളിക്കാൻ പറ്റും. അതായത് ഒരു സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്ന പോലത്തെ ഒരു രീതി, ആ ഒരു പ്രതീതിയിലാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ടാക്റ്റൈൽ ലെവലുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ 12 ടാക്റ്റൈൽ ലെവലുകളുണ്ട്. ഈ 12 ടാക്റ്റൈൽ ലെവലുകളും കൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20,435 ഡായി വേണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പോളിഗണിലാണല്ലോ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോളിഗണിൻ്റെ ഗ്യാസ് ഫീക്ക് വേണ്ടിയിട്ട് 5 മാറ്റിക്കിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഗ്യാസ് ഫീ എത്രയും വരും, പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു ബിസിനസ് ത്രൂ ഔട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്ക് 5 മാറ്റിക്ക് തന്നെ ധാരാളമാണ്. ഓക്കെ, ഡിപ്പെൻസ് ഓൺ നമ്മുടെ ബ്ലോക്ക് ചെയിനിലുള്ള ചില സമയത്തുള്ള കണ്ടീഷൻസിനനുസരിച്ചിട്ട് മേ ബി കുറച്ച് അധികമായിട്ട് ഗ്യാസ് ഫീ വരാറുണ്ട്. എന്നാലും വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഗ്യാസ് ഫീ എടുക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ 12 ലെവലുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ 12 ലെവലുകളിലും നമുക്ക് 2 ടൈപ്പായിട്ട് നമ്മുടെ ലെവലുകളിലുള്ള ആ റിവോൾവിംഗ് മെട്രിക്സിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒന്നാമത്തെ ഒരു വിഭാഗത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, 6 ഡോട്ടുകൾ വന്നിട്ടുള്ള ഒരു ടൈപ്പും മറ്റേത് 3 ഡോട്ടുകളുള്ള ഒരു ടൈപ്പുമാണ്. അങ്ങനെ ഈ 2 വ്യത്യസ്ത രീതിയിൽ ഡോട്ടുകൾ വരുന്ന ഈ ഒരു ലെവലുകൾ അല്ലെങ്കിൽ ഈ ഒരു റിവോൾവിംഗ് മാട്രിക്സിലൂടെ നമുക്ക് 2 തരത്തിലുള്ള ഇൻകങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതായത്
ഇപ്പം 6 ഡോട്ടുകളുള്ളതിന് നമുക്ക് S6 എന്ന് വിളിക്കാം. അതായത് സ്മാർട്ട് കോൺട്രാക്റ്റ് 6 എന്നാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമതിലുള്ളത് എന്താണ്? S3 ആണ്, അതായത് സ്മാർട്ട് കോൺട്രാക്റ്റ് 3. അപ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം ഇതിലുള്ള ഓരോ ഡോട്ടുകളും ആക്ടിവേറ്റ് ആവുന്നത് ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ്. അപ്പം നമുക്ക് 6 ഡോട്ടുകൾ അവിടെ ഉള്ളത് കൊണ്ട് ആ 6 ഡോട്ടുകളും സ്മാർട്ട് കോൺട്രാക്റ്റ് മെത്തേഡ് ത്രൂ ആയിരിക്കും ആക്ടിവേഷൻസ് അവിടെ നടക്കുക. അങ്ങനെയാണ് നമ്മളിതിനെ സ്മാർട്ട് കോൺട്രാക്റ്റ് 6 എന്ന് വിളിക്കുന്നത്. ഓക്കെ, മറ്റേതെന്താണ്? സ്മാർട്ട് കോൺട്രാക്റ്റ് 3. അതിൽ 3 ഡോട്ടുകളുണ്ട്. ആ 3 ഡോട്ടുകളുടെ ആക്ടിവേഷനും സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ അങ്ങനെ വിളിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി എന്താണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 6 ഡോട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് നമുക്ക് ഈ ഒരു 6 ഡോട്ടിലൂടെ കിട്ടുന്ന ഇൻകം ഏത് രീതിയിലാണെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഓരോ ഡോട്ടും ഏത് ലെവലിലുള്ള ഡോട്ടും ആയിക്കോട്ടെ അവിടുന്ന് നമുക്ക് ഓരോ ഡോട്ടുകളും തരുന്നത് 100% ഓഫ് ഇൻകം ആണ്. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്കിതിൻ്റെ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഓരോ ഡോട്ടുകളും 100% വീതമുള്ള ഇൻകം തരുമ്പം ഇതിനൊരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതും കൂടെ നമുക്കിതിൻ്റെ കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് എന്താണ് ഒരു S6 ഉൾപ്പെട്ടിട്ടുള്ള ഈ 6 ഡോട്ടുകൾ ഏത് രീതിയിലാണെന്ന് നോക്കാം. S6 നമുക്ക് നടുവിലൊരു വട്ടം കാണാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു റൗണ്ട് കാണാൻ പറ്റും. അതിൻ്റെ അടുത്തായിട്ട് ഉള്ളിൽ 2 ഡോട്ടുകളും പുറത്ത് 4 ഡോട്ടാണുള്ളത്. അപ്പോൾ ഈ ഉള്ളിലുള്ള 2 ഡോട്ടുകൾ നമ്മൾ അപ്ലൈൻ ഡോട്ട് എന്നാണ് വിളിക്കുക. അപ്ലൈൻ ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? നമ്മുടെ അപ്ലൈൻ അല്ലെങ്കിൽ നമുക്ക് ആരാണ് ഈ ഒരു പ്രോജക്റ്റ് തന്നിട്ടുള്ളത് അവരിലേക്ക് അതിൻ്റെ ഇൻകം എത്തുന്ന രീതിയിലാണ് അവിടുത്തെ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മെത്തേഡ് പ്രകാരമായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു റിവോൾവിംഗ് മാട്രിക്സിൽ നമുക്ക് അവിടെ ഒരു ഡോട്ട് കത്തിയിട്ടുണ്ടെങ്കിൽ, ബ്ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മുടെ അപ്ലൈനിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത് എന്താണ്? പുറത്തുള്ള 4 ഡോട്ടുകളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. തൽക്കാലം ഉള്ളിലുള്ളത് ഞാനവിടെ ഒന്നും ആക്കിയിട്ടില്ല, പുറത്തുള്ള 4 മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ പുറത്തുള്ള 4 ഡോട്ടുകളിൽ വലത് സൈഡിലുള്ള 3 പേയ്മെൻറ്റ് ഡോട്ടുകളായിരിക്കും. അതായത് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്ന നമ്മുടെ പേയ്മെൻറ്റുകളായിരിക്കും. ക്ലിയർ അല്ലേ? നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അവസാനം വരുന്ന ആ ഡോട്ട് റീ ആക്ടിവേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ 6 ഡോട്ട് കഴിഞ്ഞു. 6 ഡോട്ടുകൾ സൂചിപ്പിക്കുന്നത് 6 റെഫറലുകളെയാണ്. അപ്പോൾ ഈ 6ാമത്തെ റെഫറൽ കഴിഞ്ഞ് 7ാമത്തെ ആൾ വരണ്ടേ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റത്തിന് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രീതിയാണ് ഈ റീസൈക്ലിംഗ് അല്ലെങ്കിൽ റീആക്ടിവേഷൻ ഡോട്ടിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഡോട്ട് നോക്കാം. ഉള്ളിലുള്ള 2 ഡോട്ടുകൾ നമ്മുടെ അപ്ലൈനിലേക്ക് പേയ്മെൻറ്റ് പോകുന്നത്, പുറത്തുള്ള 4 ഡോട്ടിൽ ആദ്യത്തെ 3 നമുക്ക് ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അവസാനത്തെ ഒരു ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീആക്ടിവേഷന് വേണ്ടിയിട്ട്, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് സിസ്റ്റത്തിന് വീണ്ടും പഴയതുപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ടൈംസ്, അതായത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റീസൈക്ലിംഗ് അല്ലെങ്കിൽ റീആക്ടിവേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ പോസിബിളാണ്. അതിനർത്ഥം നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ക്ലയൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവും, സെൻട്രലായിട്ട് ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മാട്രിക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. S6 കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിനുശേഷം നമുക്ക് S3 കാര്യങ്ങൾ അതേപോലെ ചർച്ച ചെയ്യാം. അപ്പം ഈ വ്യക്തി ആദ്യം റെഫർ ചെയ്യുന്നത് പച്ച നിറത്തിലുള്ള ഒരു വ്യക്തിനെയാണ്. പിന്നീട് ചുവപ്പ് നിറം, നീല, വയലറ്റ്, മഞ്ഞ, കറുപ്പ്, ഇങ്ങനെ 6 പേരെ ഈ വ്യക്തി ആദ്യമായിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്മാർട്ട് കോൺട്രാക്റ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അവിടുത്തെ ഈ റെഫറൽ ആൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ചിത്രത്തിലേക്ക് വരുന്ന ഈ ഒരു ഓറഞ്ച് മെട്രിക്സ് അതൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയാണ് ഇനി റെഫർ ചെയ്യാൻ പോകുന്നത്. അവർ റെഫർ ചെയ്യുമ്പം അതിൻ്റെ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് എങ്ങനെയാണ് ബാക്കി റെഫറലുകളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു അൽഗോരിതമാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഓറഞ്ച് ഒരു പച്ച വ്യക്തിനെ റെഫർ ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ റെഫർ ചെയ്തപ്പം ഫസ്റ്റിലെ ഡോട്ട് നമ്മുടെ ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള അവിടെ ആദ്യത്തെ ഡോട്ട് ബ്ലിങ്ക് ആയി. ഓക്കെ, അപ്ലൈൻ്റെ ഡോട്ടാണ്, അതിൻ്റെ പേയ്മെൻറ്റ് അപ്ലൈന് പോയിട്ടുണ്ടാവും, ഡോട്ട് ഇവിടെ കത്തിയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും രണ്ടാമത്തെ ഒരാൾ ഇതേപോലെ ഓറഞ്ച് റെഫർ ചെയ്തു, ചുവപ്പ്.
ഓക്കെ, അത് റെഫർ ചെയ്ത സമയത്ത് അതിൻ്റെ ഡോട്ട് ഉള്ളിലത്തെ ആ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഉള്ളിൽ റിവോൾവിംഗ് കത്തിയിട്ടുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് ഇവരുടെ ഓറിജിൻ അപ്ലൈനിലേക്ക് പോയി. ഇങ്ങനെയാണ് ഇവിടുത്തെ സിനാരിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്മാർട്ട് കോൺട്രാക്റ്റ്. ഇനി മൂന്നാമത് മഞ്ഞനെ എന്ത് ചെയ്യാണ്, റെഫർ ചെയ്യുകയാണ് ഓറഞ്ച്. മഞ്ഞ റെഫർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് ഓറഞ്ചിന് അത് പേയ്മെൻ്റ് ആയിട്ട് തന്നെ ആ മൂന്നാമത്തെ ഡോട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടെ കത്തുന്നതിൻ്റെ കൂടെ തന്നെ പച്ച ഡോട്ടിൽ ഒരു സ്പിൽ ഓവർ ഡോട്ട്, അതായത് അപ്ലൈനിലേക്ക് പോകുന്ന ഒരു ഡോട്ടായിട്ട് അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ബ്ലിങ്ക് ആവും. ഇതൊരു അൽഗോരിതം ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ആളുടെ റെഫറിലേക്ക് മൂന്നാമത്തെ ആളുടെ റെഫറിൽ നിന്ന് വരുന്ന ഒരു ഡോട്ടായിട്ട്. ഓക്കെ, പിന്നെ നാലാമത് നീലൻ അവിടെ എന്ത് ചെയ്യാണ്, പ്ലേസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ റെഫർ ചെയ്യുകയാണ് നമ്മുടെ ഓറഞ്ച്. അപ്പോഴും ഇതേ സിനാരിയോ തന്നെ ആയിരിക്കും അവിടെ സംഭവിക്കുക. നമ്മുടെ നാലാമത്തെ ആ ഡോട്ട് വരുന്ന സമയത്ത് ഓറഞ്ചിന് അത് പേയ്മെൻ്റ് ആയിരിക്കും. മാത്രമല്ല ചുവപ്പിൽ അതൊരു സ്പില്ലോവർ ഡോട്ടായിട്ട് അവിടെ ബ്ലിങ്ക് ചെയ്യും. അഞ്ചാമത് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഇതേപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യം കത്തിയിട്ടുള്ള നമ്മുടെ പേയ്മെൻറ്റ് ഓറഞ്ചിന് കത്തും ചെയ്യും, അതോടൊപ്പം തന്നെ സെക്കൻഡ് സ്പില്ലോവർ ഡോട്ടായിട്ട് പച്ചയ്ക്ക് അത് വരികയും ചെയ്യും. ഓക്കെ, ഇതേപോലെ ആറാമത്തെ ഡോട്ട് വരുന്ന സമയത്ത് ഈ കണക്ഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ആറാമത്തെ ഓറഞ്ചിൻ്റെ ലാസ്റ്റത്തെ ഡോട്ട് കത്തിയിട്ട് സിസ്റ്റത്തിനെ മൊത്തമായിട്ട് റീസൈക്കിൾ ചെയ്യുകയും ചുവപ്പിന് അതൊരു സെക്കൻഡ് സ്പില്ലോവർ ഡോട്ടായിട്ട് മാറുകയും ചെയ്യും. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. നമ്മൾ ഈ ഒരു മെറ്റാഫൂസിൻ്റെ ടാക്ടൈലിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 6 പേരെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളാണ് അതിലുള്ള ആ ഓറഞ്ച് ഡോട്ടിലുള്ള മെട്രിക്സ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ റെഫറിൽ പച്ചയാണ്. പച്ചനെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആദ്യത്തെ അപ്ലൈൻ ഡോട്ട് ബ്ലിങ്ക് ആവും. അപ്പോൾ നമ്മളുടെ ഡോട്ട് മാത്രം വരും, നമ്മുടെ അപ്ലൈനിലേക്ക് അതിൻ്റെ പേയ്മെൻറ്റ് പോകും. പിന്നെ വീണ്ടും രണ്ടാമതൊരാൾ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്നത് റെഡ് ആണ്. അതും ഇതേപോലെ തന്നെ ആണ്. അതായത് ഈ വ്യക്തി വരുന്ന സമയത്ത് എൻ്റെ അപ്ലൈൻ്റെ ഡോട്ട് അവിടെ ഫില്ലാവും, പേയ്മെൻറ്റ് അപ്ലൈനിലേക്ക് പോകും. മൂന്നാമത്തെ ആൾ ഞാൻ മഞ്ഞയാണ്. അത് വരുന്ന സമയത്ത് അതിൻ്റെ ഡയറക്റ്റ് പേയ്മെൻറ്റും ഡോട്ടും എനിക്ക് തന്നെയാണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ആ ഡോട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഡോട്ട് പേയ്മെൻറ്റ് ഡോട്ട് നമുക്ക് വന്നോട് കൂടിയിട്ട് നമ്മുടെ ആദ്യത്തെ റെഫറലിൻ്റെ അപ്ലൈൻ ഡോട്ട് ബ്ലിങ്ക് ആവും. കാരണം അവർക്ക് അതൊരു സ്പില്ലോവർ ഡോട്ടായിട്ട് മാറും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത് വ്യക്തി വരുന്ന സമയത്തും ഇതേ രീതി തന്നെയാണ്. നമുക്ക് അതൊരു പേയ്മെൻറ്റ് ഡോട്ടായിരിക്കും, പക്ഷെ നമ്മുടെ രണ്ടാമത്തെ ഡയറക്റ്റ് റെഫറലിന് അതൊരു സ്പില്ലോവർ അപ്ലൈൻ ഡോട്ടായിരിക്കും. ഓക്കെ, പിന്നീട് നമ്മുടെ അഞ്ചാമത്തെ ഒരാൾ വരുന്ന സമയത്ത് ഇതേ സിറ്റുവേഷൻ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. അഞ്ചാമത്തെ ആൾ വരുമ്പോൾ നമുക്കതൊരു പേയ്മെൻറ്റ് ഡോട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒന്നാമത്തെ റെഫറലിന് സെക്കൻഡ് സ്പില്ലോവർ ഡോട്ടായിട്ട് ഈ ഒരു പോയിന്റ് മാറും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു വയലറ്റ് റെഫറലിന് അഞ്ചാമത്തെ ആളുടെ റെഫറൽ ആ രീതിയിലേക്കായിരിക്കും വരിക. പിന്നീട് ആറാമത്തെ റെഫറൽ നമ്മൾ ഡയറക്റ്റ് വെക്കുന്ന സമയത്ത് നമുക്കതൊരു റീസൈക്ലിംഗ് ഡോട്ടാണ്. അതിൻ്റെ പേയ്മെൻറ്റ് അപ്ലൈനിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ റിയാക്ടിവേഷൻ ഡോട്ടാണ്. അതിൻ്റെ പേയ്മെൻറ്റ് അപ്ലൈനിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മുടെ സിസ്റ്റം രണ്ടാമതൊന്ന് റീസൈക്കിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ റീആക്ടിവേറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് വരും. അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാമത്തെ ഡയറക്റ്റ് റെഫറലിൻ്റെ രണ്ടാമത്തെ സ്പില്ലോവർ ഐ ഡി, അതായത് രണ്ടാമത്തെ അപ്ലൈൻ ഡോട്ട് അവിടെ സ്പില്ലോവർ ഐ ഡി ആയിട്ട് അല്ലെങ്കിൽ സ്പില്ലോവർ ഡോട്ടായിട്ട് മാറും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പില്ലോവർ ഡോട്ട് നമുക്ക് പാസീവായിട്ടൊരു വരുമാനം തരുന്ന ഒരു മെത്തേഡും കൂടെയാണ്. ഓക്കെ, ഇനി നമുക്ക് S3 ലെവൽസുകൾ, അതായത് സ്മാർട്ട് കോൺട്രാക്ട് 3യിൽ വരുന്ന ലെവലുകൾ ആക്ടിവേറ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും അതിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. S3യുടെ ഒരു ക്യാരക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും നമുക്ക് 3 ഡോട്ടുകളാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഒരിക്കലും നമുക്കൊരു അപ്ലൈൻ ഡോട്ട് കാണാൻ സാധിക്കുന്നതല്ല. അപ്പം ഈ നമുക്ക് കാണുന്ന ഈ 3 ഡോട്ടുകളിലെ 2 എണ്ണം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്ന പേയ്മെൻറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ പേയ്മെൻറ്റും ഡോട്ടുമാണ്. ആ ഒരു ഡോട്ട് ഇവിടെ ബ്ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും നമുക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഒന്നാമത്തേൻ്റെയും രണ്ടാമത്തേൻ്റെയും. പക്ഷേ മൂന്നാമത്തെ എന്താണ് സംഭവിക്കുന്നത്, അപ്ലൈനിലേക്ക് പോകുന്ന റീസൈക്ലിംഗ് ഡോട്ടായിട്ടാണ് വരുന്നത്. ഇനി നമുക്കിവിടെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റം S3യിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ ഓറഞ്ച് ഡോട്ടുള്ള ഈ ഒരു വ്യക്തി, ഓക്കെ, ഇദ്ദേഹം ഒരാളെ ആദ്യമായിട്ട് റെഫർ ചെയ്യുകയാണ്. അപ്പം S6 കഴിഞ്ഞു, നമ്മൾ S3യിൽ സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് പേയ്മെൻറ്റ് ഡോട്ട് എവിടെ കത്തും, നമ്മുടെ ഓറഞ്ചിലുള്ള ആ പേയ്മെൻറ്റ് ഡോട്ടിൽ തന്നെ കത്തും. ഓക്കെ, അത് കത്തുകയെന്ന് മാത്രമല്ല അതിൻ്റെ പേയ്മെൻറ്റും ഈ പുള്ളിക്ക് ഡയറക്റ്റ്ലി കിട്ടുകയാണ് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്, വേറൊരാൾക്കും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വീണ്ടും രണ്ടാമത്തെ ഒരാളെ റെഫർ ചെയ്യുന്ന സമയത്ത് ചുവപ്പാണ് ഇവിടെ വരുന്നത്. ആ ചുവപ്പിൻ്റെ പേയ്മെൻറ്റും ഇതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ വ്യക്തിക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 2 ഡോട്ടുകൾ അവിടെ കത്തി, അതോടൊപ്പം തന്നെ ആ 2 ഡോട്ടിൻ്റെ പേയ്മെൻറ്റ് പുള്ളിക്ക് വന്ന്.
പിന്നെ അടുത്ത് സംഭവിക്കുന്നത് മൂന്നാമത്തെ ഒരാളെ റെഫർ ചെയ്യുന്ന സിറ്റുവേഷനാണ്. മൂന്നാമത്തെ ഒരാളെ റെഫർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഡോട്ട് ആക്ച്വലി പോയിട്ട് നമ്മളെ ഈ ഒരു ലാസ്റ്റത്തെ ഡോട്ടിൽ റീസൈക്കിളായിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് അപ്ലൈനിലേക്ക് പോയിട്ട് സിസ്റ്റം വീണ്ടും എന്തായി തരും, നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് പഴയ രീതിയിൽ തന്നെ ആക്കിത്തരും. കാരണം എന്താണ്, നമുക്ക് മൂന്നാമത്തെ ആൾ കഴിഞ്ഞിട്ട് നാലാമത്തെ ആൾ വരണ്ടേ, നാലാമത്തെ ആൾ വരാൻ വേണ്ടിയിട്ടാണ് ആ സിസ്റ്റത്തിന് ആ രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് S6-ലും S3-ലും കൂടെ എങ്ങനെയാണ് നമ്മുടെ റെഫർ ചെയ്യുന്ന സിറ്റുവേഷനിൽ പേയ്മെൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് അൽഗോരിതം പ്രകാരം ഡിസ്ട്രിബ്യൂഷൻ നമുക്കും നമ്മുടെ അപ്ലൈനിലേക്കും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നാമത്തെ ഒരാളെ റെഫർ ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ ആൾ റെഫർ ചെയ്യുന്നത് ഞാൻ പച്ച ഡോട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒന്നാമത്തെ ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ശരിക്കും എവിടേക്കാണ് കിട്ടിയത്, എൻ്റെ ഡോട്ട് കത്തിയത് അപ്ലൈൻ ഡോട്ടാണ്, അപ്പോൾ അപ്ലൈൻക്ക് അത് പേയ്മെൻ്റ് ആയി. രണ്ടാമത് ഒരാളെ ഞാൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ ലെവൽ ഞാൻ ആ വ്യക്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ ആ വ്യക്തിക്കും ഇതേപോലെ തന്നെയാണ്, സെയിം സിറ്റുവേഷൻ തന്നെയാണ്, അപ്ലൈൻ ഡോട്ട് കത്തി പേയ്മെൻറ്റ് അപ്ലൈനിലേക്ക് തന്നെ പോയി. മൂന്നാമത്തെ ഡോട്ട് ശരിക്കും എന്താണ്, അത് എനിക്ക് ഡയറക്റ്റായിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന എനിക്കുള്ള ഡോട്ടും എനിക്കുള്ള പേയ്മെൻറ്റും കൂടെയാണ്. ഓക്കെ, അത് യു എന്നുള്ള സ്ഥാനത്ത് 20 നിങ്ങൾക്കവിടെ കാണാൻ പറ്റുന്നത് എനിക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടി, 20 ഡായി ആണത്. പിന്നെ എന്താണ്, നാലാമത്തെ സിറ്റുവേഷനും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അത് S6 ആണ്, അതിൻ്റെ ആദ്യത്തെ ഡോട്ട് അപ്ലൈൻ ഡോട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എമൗണ്ട് പേയ്മെൻറ്റ് അപ്ലൈനിക്ക് പോയി ഡോട്ട് എൻ്റെ ഇതിൽ തന്നെ കത്തി. പിന്നെ അഞ്ചാമത്തതോ ഇതേ സിറ്റുവേഷൻ തന്നെയാണ്, 80 ഡായിക്കുള്ളതാണ്, അതിൻ്റെ ഡോട്ട് അപ്ലൈൻ ഡോട്ട് എൻ്റെ സിസ്റ്റത്തിൽ കത്തി, അതേപോലെ തന്നെ പേയ്മെൻറ്റ് എൻ്റെ അപ്ലൈനിലേക്ക് പോയി. ഓക്കെ, അപ്പം ഇനി ആറാമത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും വരിക, ആറാമത്തെ ഒരു S3 ആണ്. S3 ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു പേയ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോട്ടും പേയ്മെൻറ്റും എനിക്കുള്ളത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, മൂന്നാമത്തേലും അതേപോലെ തന്നെ ആറാമത്തെയും ലെവലിൽ ഉള്ള രണ്ട് വരുമാനങ്ങൾ, അല്ലെങ്കിൽ രണ്ട് പ്രോഫിറ്റ്, അല്ലെങ്കിൽ രണ്ട് ഇൻകമുകൾ എനിക്ക് ഡയറക്റ്റായിട്ട് കിട്ടി. ഏഴാമത്തെ ലെവലിൽ എന്താണ് സംഭവിച്ചത്, ഏഴാമത്തെ ലെവലിൽ സെയിം സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു S6 ആണ്. S6-ൽ ആദ്യമായിട്ട് നമ്മൾ റെഫർ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ഡോട്ട് നമ്മളിൽ ബ്ലിങ്ക് ആവുകയും ചെയ്യും, അതോടൊപ്പം തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് അപ്പലിലേക്ക് പോകുന്ന സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഞാൻ രണ്ടാമത്തെ ഒരാൾ, റെഡിൽ ഉള്ള ഒരാൾ റെഫർ ചെയ്യുകയാണ്. റെഡിലുള്ള റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ S6-ൽ എൻ്റെ അപ്ലൈൻ ഡോട്ട് ഇവിടെ ബ്ലിങ്ക് ആയിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് ഇവിടെ പോയി, അപ്ലൈനിക്ക് പോയി. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ അവിടെ 5 ഇട്ടത്. 10 അല്ലെങ്കിൽ രണ്ടാമത്തെ ലെവലും ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ 10 ഡായി കൊടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും ഇതേ സിറ്റുവേഷൻ തന്നെയാണുള്ളത്. എൻ്റെ അപ്ലൈൻ ഡോട്ട് ബ്ലിങ്ക് ആയിട്ടുണ്ട്, പേയ്മെൻറ്റ് അപ്ലൈനിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇനി അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒരു ലെവല് പുള്ളീനെ കൊണ്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് ഡയറക്റ്റായിട്ട് കിട്ടി. ഓക്കെ, എൻ്റെ രണ്ടാമത്തെ റെഫറലിൻ്റെ രണ്ടാമത്തെ പേയ്മെൻറ്റും എനിക്ക് കിട്ടി. ഓക്കെ, മൂന്നാമത്തെ ലെവലിൽ നിന്നുള്ള. നാലാമത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് S6 ആണ്, അപ്ലൈനിലേക്ക് ആ ഡോട്ട് പോയിട്ട് അവിടെ പേയ്മെൻറ്റ് എൻ്റെ അപ്ലൈൻ ആരാണോ അവർക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടി, പകരം എനിക്ക് അപ്ലൈൻ ഡോട്ട് അവിടെ കത്തുകയും ചെയ്തു. ഇനി അഞ്ചാമത്തെ ലെവലിൽ എന്താണ് സംഭവിച്ചത്, ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. S6-ൽ വരുന്ന രണ്ടാമത്തെ ആളുടെ രണ്ടാമത്തെ റെഫറലാണ് അഞ്ചാമത്തെ ലെവലിൽ ചെയ്യുന്നത്, അതിൻ്റെയും അപ്ലൈൻ ഡോട്ട് ബ്ലിങ്ക് ആയിട്ട് പേയ്മെൻറ്റ് എനിക്ക് കിട്ടി. ഓക്കെ, നിങ്ങൾക്കവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, 80 ഡായി അല്ലെങ്കിൽ $80. ഇനി എന്താണ് അടുത്ത സിറ്റുവേഷന്, ആറാമത്തെ ലെവലിൽ എന്താണ്, ഇതേപോലെ തന്നെയാണ്, രണ്ടാമത്തെ ഡയറക്റ്റ് പേയ്മെൻ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, രണ്ടാമത്തെ റെഫറിൽ ഞാൻ വെച്ചപ്പം. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏഴാമത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും വരാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അവിടെ അപ്ലൈൻ ഡോട്ടായിരിക്കും നമുക്ക് ബ്ലിങ്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അവിടെ അപ്ലൈൻ ഡോട്ട് ബ്ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് അപ്ലൈനിക്ക് പോയി. ഓക്കെ, അപ്പോൾ എൻ്റെ അപ്ലൈനിക്ക് ഞാൻ 2 പേരെ റെഫർ ചെയ്തപ്പോൾ കിട്ടിയ ഇങ്കാണ്, എനിക്ക് ഡയറക്റ്റ് കിട്ടിയ ഇങ്കാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ രീതിയിലായിരിക്കും അപ്ലൈൻസും അല്ലെങ്കിൽ നമ്മളും തമ്മിൽ നമ്മുടെ ഡൗൺലൈൻസിന് ഫണ്ട് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരാൾ റെഫർ ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, S6-ൽ വരുന്ന എൻ്റെ മൂന്നാമത്തെ പേയ്മെൻറ്റ് എനിക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന പേയ്മെൻറ്റാണ്, അതിൻ്റെ ഡോട്ടും പേയ്മെൻറ്റും എനിക്ക് മാത്രമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, യു എന്നുള്ള എൻ്റെ പൊസിഷനിൽ അവിടെ 5 ഡായി വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ ഞാൻ രണ്ടാമത്തെ ലെവലിലുള്ള 10 പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് 10 ഡായിക്കുള്ള ആ ലെവലിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സെയിം സിറ്റുവേഷനാണ്, എനിക്ക് ഡയറക്റ്റ് കിട്ടുന്ന പേയ്മെൻ്റ് ആണ്, അത് എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇനി എന്താണ് അടുത്ത് സംഭവിക്കുന്നത്, മൂന്നാമത്തെ ലെവലിൽ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ ലാസ്റ്റ് ഡോട്ടാണ് അപ്ലൈനിക്കുള്ള റീസൈക്ലിംഗ് ഡോട്ടാണ്, സിസ്റ്റം വീണ്ടും പഴയതുപോലെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പേയ്മെൻറ്റ് അപ്ലൈനിക്ക് പോയി, പേയ്മെൻറ്റ് അപ്ലൈനിക്ക് പോയിട്ട് എന്തായി, ആ സിസ്റ്റം അവിടെ റീസൈക്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റീസൈക്ലിംഗ് നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ആഫ്റ്റർ റീസൈക്ലിങ്ങിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ഈ ഒരു സിസ്റ്റം
വീണ്ടും പഴയതുപോലെ 0 ആയിട്ട് വരും. നമുക്ക് വീണ്ടും അടുത്ത 3 പേരെ റെഫർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് ആ സിസ്റ്റം റീസൈക്കിൾ ആയിട്ട് വരികയാണ് ഇവിടെ ചെയ്തത്. ക്ലിയർ അല്ലേ? 4ാമത്തെ ലെവല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു S6 ആണ്. അവിടുത്തെ 3ാമത്തെ ആളെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന പേയ്മെൻ്റ് ആണ്. നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ലിസ്റ്റിലേക്ക് 40,000 കൂടെ വന്നു. ഇനി നമ്മൾ 5ാമത്തെ ലെവല് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ എന്താ സംഭവിക്കുന്നത്? ഇതേപോലെ തന്നെയാണ്. നമുക്ക് പേയ്മെൻറ്റും ഡോട്ട് നമുക്ക് മാത്രമുള്ളതായിരിക്കും. അത് നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഓക്കെ. പക്ഷേ 6ാമത്തെ ലെവലിൽ എന്താ സംഭവിക്കുക? ഇതേപോലെ തന്നെ 3ാമത്തെ ആൾ വരുന്ന സമയത്ത് അവിടെ റീസൈക്ലിംഗ് നടക്കും. റീസൈക്ലിംഗ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് അപ്ലൈനിലേക്ക് പോയിട്ട് നമ്മുടെ സിസ്റ്റം വീണ്ടും പഴയതുപോലെ നമുക്ക് അടുത്തൊരാളെ റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. അതുപോലെ തന്നെ 7ാമത്തെ ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു 3ാമത്തെ റെഫറിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അത് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്ന പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 3 പേരെ റെഫർ ചെയ്യുമ്പോൾ ഈ 3 പേരും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും നമ്മുടെ അപ്ലൈൻ്റെ കയ്യിലേക്കും മാത്രമാണുള്ളത്. ഒരു തരത്തിലും നമ്മളൊരു കമ്പനിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അവിടുന്ന് വരുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറുന്നില്ല. പ്യൂർലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പേയ്മെൻറ്റ് ഈ രീതിയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ അവിടെ S3 ആൻഡ് S6 സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ നമ്മളായിരിക്കും നമ്മുടെ ഡൗൺലൈൻസിന് കൈമാറ്റം നടത്തി കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു കാര്യം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ 4ാമതൊരാളെ ഇതിലേക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേയ്മെൻറ്റ് ഡോട്ട് നമുക്കുള്ളതിനായിരിക്കും. അത് നമ്മളിലേക്ക് അവിടെ ബ്ലിങ്ക് ആവും. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ലെവൽ 2 4ാമത്തെ റെഫറലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സമയത്തും അത് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന പേയ്മെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. 10 U എന്നുള്ള ആ സൈഡിൽ നമുക്ക് ക്രെഡിറ്റ് ആയി കാണാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ ലെവലിൻ്റെ ഒരു പ്രത്യേകത, വീണ്ടും സിസ്റ്റം പഴയതുപോലെ റീസൈക്കിളായി വന്നു. റീസൈക്കിളായി വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആദ്യത്തെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? നോക്കുക, നിങ്ങൾ 5, 10, 20 നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടി. ഓക്കെ. പിന്നെ 4ാമത്തെ ലെവലിൽ വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടി. ഓക്കെ. അപ്പം 5ാമത്തെ ലെവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് കിട്ടുന്ന ഡോട്ട് ബ്ലിങ്ക് ആവും. ആ ഡോട്ട് ബ്ലിങ്കായ ഡോട്ടിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് മാത്രമുള്ളതായിരിക്കും. ഓക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ 5ൻ്റെ സ്ഥാനത്ത് കത്തി കിടക്കുന്നത്. ഇതേപോലെ തന്നെ 6ൽ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഫസ്റ്റിലെ ഡോട്ട് നമുക്ക് ഓൺ കിട്ടുന്നൊരു പേയ്മെൻ്റാണ്. നമുക്ക് മാത്രം കിട്ടുന്നൊരു പേയ്മെൻറ്റ് ഡോട്ടാണ്. അത് നമുക്ക് ക്രെഡിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ 7ാമത്തെ ലെവലിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് മാത്രമുള്ള ഒരു പേയ്മെൻറ്റ് ഡോട്ടാണുള്ളത്. അതവിടെ ബ്ലിങ്ക് ആയി കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു 7ാമത്തെ ലെവലിൻ്റെ പേയ്മെൻറ്റിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു കളറിലവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 320 ഞാനൊരു പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിസ്റ്റത്തിൽ ഞാനത് മഞ്ഞ ഡോട്ടാണെങ്കിലും അതിന് ചുറ്റിലും കൂടെ ആയിട്ട് ഞാനൊരു ചുവപ്പ് റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫണ്ട് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവില്ല. പകരം അതവിടെ ലോക്കായിട്ട് മാറും. ഓക്കെ. നമുക്ക് കിട്ടാത്ത രീതിയിൽ അവിടെ ലോക്കായിട്ട് ആ സിസ്റ്റം അവിടെ സെറ്റ് ചെയ്ത് വെക്കും. ഇനി എപ്പോഴാണത് അൺലോക്ക് ചെയ്യുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 4ാമത്തെ റെഫറിലാണ് വെക്കുന്നത്. 4 കഴിഞ്ഞ് 5ാമത്തെ ഒരാൾ നമ്മളുടെ ഇതിലേക്ക് വരികയാണ്. 5ാമത്തെ ആളെ കൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ ലെവൽ ഓപ്പൺ ചെയ്യിപ്പിച്ചു. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടി. 2ാമത്തെ ലെവൽ എടുക്കുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടി. 3ാമത്തെ ഒരാൾ വരുന്ന സമയത്തും അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തന്നെ കിട്ടുകയാണ്. കാരണം 3ാമത്തെ S3ലുള്ള 2ാമത്തെ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന പേയ്മെൻറ്റ് ഡോട്ടാണ്. ഇനി അതേപോലെ 4ാമത്തെ ലെവൽ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതും കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ 5ാമത്തെ ലെവൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും ഈ 5ാമത്തെ റെഫറിൽ വന്നിട്ട് 5ാമത്തെ ലെവൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും അതും നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് മാത്രമാണ്. ഓക്കെ. ഇവിടെ അപ്ലൈയിലേക്ക് ഒന്നും പോകുന്നില്ല. ഓക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു സിസ്റ്റത്തിലേക്ക് അവിടെ വയലറ്റ് 5ാമത്തെ ലെവലിൽ 5ാമത്തെ ഡോട്ട് അവിടെ ബ്ലിങ്കായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതേപോലെ തന്നെ 6ാമത്തെ ലെവലിലേക്ക് ഈ ഒരു വ്യക്തി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? 6ാമത്തെ ഒരു സൈക്ലിംഗ് കഴിഞ്ഞിട്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഡോട്ട് വരുന്നത്. ഓക്കെ. നിങ്ങൾക്കറിയാം ഒരു സൈക്കിൾ നമ്മൾ S3ൽ കംപ്ലീറ്റ് ആയി. ഓക്കെ. സെക്കൻഡ് സൈക്കിളിലാണ് ഈ 3ഉം അതേപോലെ തന്നെ 6ാമത്തെ ലെവലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടുത്തെ ഡോട്ട് കത്തി ആ ഡോട്ടിൻ്റെ സെക്കൻഡ് ഡോട്ടാണ് നമുക്ക് കിട്ടുന്ന പേയ്മെൻ്റ് ആണ്. ഇനിയാണ് സംഭവിക്കുന്നൊരു കാര്യം, ലെവൽ 7 ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് 5ാമത്തെ വ്യക്തിയുടെ ആ പേയ്മെൻറ്റും നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഞാൻ അവിടെ എന്ത് ചെയ്തിട്ട് അതിൻ്റെ കളർ ഒരു പിങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡോട്ടിന് ചുറ്റും വയലറ്റ് ഡോട്ടിന് ചുറ്റും ഞാനൊരു പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം നിങ്ങൾക്ക്?
ആ രണ്ടിലുമുള്ള ഡോട്ടിലെ പേയ്മെൻറ്റുകൾ, അതായത് 320 കൂടെ ചേർന്നിട്ട് 640 ഡായി ആയിട്ട് 8ാമത്തെ ലെവൽ നമുക്ക് എന്ത് ചെയ്തു തരും, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്തു തരും. അതുകൊണ്ട് തന്നെ നമ്മൾ വൺസ് ഈ ഒരു പേയ്മെൻറ്റ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ത്രൂ ഔട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഓട്ടോ അപ്ഗ്രേഡേഷൻ പ്രോസസ്സിലൂടെ നമ്മുടെ എല്ലാ ലെവലുകളും നമുക്ക് ഈ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ഇനിയിവിടെ 6ാമത്തെ ഒരു റെഫറലിൽ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ S6 അവസാനത്തെ ഡോട്ടാണ്. ആ ഡോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു അപ്ലൈൻ ഡോട്ടാണ്, റീസൈക്കിൾ ചെയ്തിട്ട് അപ്ലൈനിലേക്ക് പോകുന്നൊരു ഡോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡോട്ട് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും. അതേപോലെ നമ്മുടെ സിസ്റ്റം റീസൈക്ലിംഗ് എന്നുള്ള പ്രോസസ്സിലൂടെ പോയിട്ട് നമുക്കൊരു പുതിയൊരു സിസ്റ്റം റീസൈക്ലിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മളിലേക്ക് കിട്ടുന്നതായിരിക്കും. അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് 1ാമത്തെ ലെവൽ എന്തായി, പഴയതുപോലെ ഫ്രഷ് ലെവൽ നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് കിട്ടി. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും 7ാമത്തെ വ്യക്തിനെ കൊണ്ടുപോയിട്ട് ഈ ഒരു സിസ്റ്റത്തിന് അങ്ങനെ റീസൈക്ലിംഗ് പ്രോസസ്സിലൂടെ അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മളുടെ 2ാമത്തെ ലെവല് ഈ 6ാമത്തെ റെഫറൽ കൊണ്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെയും സിസ്റ്റം റീസൈക്ലിംഗ് അല്ലെങ്കിൽ റീആക്ടിവേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടത്തിയതിന് ശേഷം നമുക്ക് ആ സിസ്റ്റത്തിന് എന്ത് ചെയ്തു തരും, ത്രൂ ഔട്ടായിട്ട് ഒരു 0 ലെവൽസ് എന്നുള്ള രീതിയിൽ 0 ഡോട്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത ഒരു സിറ്റുവേഷൻ പോലെ ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും 2ാമത്തെ ലെവലിലും ഇതേപോലെ 7ാമത്തെ റെഫറിലും കൊണ്ടുകൊണ്ട് അങ്ങനെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. പിന്നെ 3ാമത്തെ ലെവലിലൊരു പ്രത്യേകത പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 2ാമത്തെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ ആ ഒരു സിസ്റ്റം റീആക്ടിവേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് പോയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യും, 3 ഡോട്ടുകളെയും ഫ്രീ ആക്കിയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കവിടെ കിട്ടും. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ആഫ്റ്റർ ദ റീആക്ടിവേഷൻ. ഓക്കെ, ആഫ്റ്റർ ദ ഇപ്പോൾ ഈ 3 ലെവലുകളുടെയും ആഫ്റ്റർ ദ റീആക്ടിവേഷൻ സിനാരിയോ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ 7ാമത്തെ ആളെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇതേപോലെ വീണ്ടും 4ാമത്തെ ലെവലിലും സംഭവിക്കുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്. 6ാമത്തെ റെഫറിൽ വരുന്ന സമയത്ത് അവിടെ റീആക്ടിവേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടക്കും. ആ പ്രോസസ്സിന് ശേഷം നമുക്ക് സിസ്റ്റം വീണ്ടും പഴയതുപോലെ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് ഓപ്പൺ ചെയ്തു തരും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ 7ാമത്തെ വ്യക്തിക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ആയിരിക്കും വീണ്ടും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റം ആയിരിക്കും അവിടെ റൺ ചെയ്യാം. 5ാമത്തെ ലെവൽ ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 80 ഡായി നമ്മൾക്ക് പേയ്മെൻ്റ് ആയിട്ട് നമുക്കല്ല നമ്മുടെ അപ്ലൈൻക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടുകയും നമ്മുടെ സിസ്റ്റം അവിടെ എന്തായിട്ട് മാറും, റീആക്ടിവേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് പോയിട്ട് വീണ്ടും നമുക്ക് പഴയതുപോലെ ഫ്രഷ് സിസ്റ്റമായിട്ട് നമുക്ക് തരും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് 5 വരെയുള്ള ലെവൽസ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6ാമത്തെ ലെവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് S3 ആണ്. S3യിൽ ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട് 2ാമത്തെ സൈക്കിളാണ് ഈ ലെവൽ 6ൽ സംഭവിക്കുന്നത്. അപ്പം ആ ഒരു സെക്കൻഡ് സൈക്കിളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സെക്കൻഡ് സൈക്കിളിൻ്റെ ആ ഒരു റീസൈക്ലിംഗ് പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കും. അത് ആക്ടിവേഷനോട് കൂടിയിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ സിസ്റ്റം റീസൈക്കിളായിട്ട് നമുക്ക് പഴയതുപോലെ ഒരു ഫ്രഷ് സിസ്റ്റം അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആഫ്റ്റർ ദ റീആക്ടിവേഷൻ ആ രീതിയിലേക്ക് മാറി. അപ്പോൾ അതും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, 6ാമത്തെ ലെവല് 7ാമത്തെ ഒരു റെഫറൽക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് അത് മാറി. ഓക്കെ, അപ്പം നമ്മളോടൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റം ത്രൂ ഔട്ട് റീസൈക്ലിംഗ് നമ്മളിലും നമ്മളുടെ അപ്ലയൻസിലൊക്കെ സംഭവിക്കും. മേ ബി നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ നമ്മുടെ റെഫറൽസിനും അല്ലെങ്കിൽ നമ്മുടെ ഡൗൺലൈൻസിനും ഈ രീതിയിലൊക്കെ സംഭവിക്കും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഡോട്ടിനൊക്കെ മേ ബി വേരിയേഷൻസ് അവിടെ സംഭവിക്കുക എന്നുള്ള കാര്യം നോർമലാണ്. ഓക്കെ, അപ്പം ഇവിടെ 7ാമത്തെ ലെവൽ ഓപ്പൺ ചെയ്യുമ്പോഴും ആഫ്റ്റർ ദ റീആക്ടിവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിസ്റ്റം ത്രൂ ഔട്ടായിട്ട് 0 ആയിട്ട് ഒരു ഫ്രഷ് സിസ്റ്റം നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടെ അവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. 8ാമത്തത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ഒരു സിറ്റുവേഷനിലൂടെ നമ്മളൊരു 6 പേരെ റെഫർ ചെയ്യുമ്പം നമ്മുടെ അപ്ലൈനിലേക്ക് 1725 ഡായും നമുക്ക് ഡയറക്റ്റായിട്ട് 2085 ഡായും കിട്ടി. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഡൗൺലൈൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ എമൗണ്ടും നമ്മുടെ കയ്യിലും നമ്മുടെ അപ്ലയൻസിൻ്റെ കയ്യിലും മാത്രമായിട്ടാണുള്ളത്. ഓക്കെ, നമ്മൾ അവർക്ക് എന്ത് കൊടുത്തു, സ്മാർട്ട് കോൺട്രാക്ട് മെത്തേഡിലൂടെ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. അതിലൂടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ മാക്സിമം റെഫറൽസ് അല്ലെങ്കിൽ മാക്സിമം കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ രീതിയിൽ നമുക്ക് ഇൻകം എടുക്കുന്നതോടൊപ്പം തന്നെ റീസൈക്ലിംഗ് ആൻഡ് അപ്ലൈൻ പ്രോസസ്സിലൂടെ നമ്മുടെ അപ്ലൈനുകളിലേക്കും ഇതേപോലെ ഡോട്ട്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഇങ്ങനെ മാറി മാറി ഷിഫ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് അവർക്കും ഒരു പേയ്മെൻറ്റ് അവിടെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പാസീവായിട്ട്. ഓക്കെ, അപ്പോൾ S6ൽ നമുക്കൊരു പാസീവ് ഇൻകവും ആക്റ്റീവ് ഇൻകം കാണാൻ പറ്റും. പക്ഷേ S3യിൽ നമുക്ക് വെറും ആക്റ്റീവ് ഇൻകങ്ങൾ മാത്രമായിരിക്കും നമുക്കവിടെ കാണാൻ പറ്റുക.
ക്ലിയർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പിൽ ഓവർ എന്നുള്ള ഒരു പ്രോസസ്സൊക്കെ സംഭവിക്കൽ നമ്മുടെ S6കളിൽ മാത്രമായിട്ടായിരിക്കും സംഭവിക്കുക. S3യിൽ ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല, സ്പിൽ ഓവർ കോൺസെപ്റ്റുകളോടെ അല്ലെങ്കിൽ ആ അൽഗോരിതം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിങ്ങിലൂടെ നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു മെറ്റാഫോഴ്സിൻ്റെ ഈ ഒരു ടാക്റ്റൈൽ പ്രോജക്റ്റിലുള്ള ഒരു അൽഗോരിതത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്യൂർലി 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു തരത്തിലും ഈ മെറ്റാഫോഴ്സ് എന്നുള്ള ക്രിയേറ്റർക്ക് പോലും ഇതിൻ്റെ ഉള്ളിൽ ഇടപെട്ടിട്ട് ഇതിൽ യാതൊരു തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തിയിട്ട് ഫണ്ടിൻ്റെ ഫ്ലോനെ കൺവേർട്ട് ചെയ്തിട്ട് പോകാൻ ഒന്നിനും സാധ്യമല്ല. കാരണം ഇതെല്ലാം ബ്ലോക്ക് ചെയിനിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഈ ഒരു പ്രോസസ്സിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് പൂർണ്ണമായിട്ടും ഫണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇന്നത്തെ മെറ്റാഫോഴ്സിൻ്റെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞത്. സോ നമ്മൾ വളരെ കൃത്യമായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു ത്രൂ ഔട്ട് വിഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു പ്രോജക്റ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് അടുത്ത പ്രോജക്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്വേഴ്സും അതിനോടനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൃത്യമായിട്ട് മാർക്കറ്റിംഗ് സിസ്റ്റം മനസ്സിലാക്കുക, സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരാൾക്കും നിങ്ങളുടെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് 100% കോൺഫിഡൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു.